ഉപ്പുതറ കാക്കത്തോട്ടിൽ വൈദ്യുതി ലൈനുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. വേലിപ്പടർപ്പുകൾ വളർന്ന് 11 kV ലൈനിൽ ഉൾപ്പെടെ മുട്ടിയതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം. സ്വകാര്യ വ്യക്തി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന ഭൂമിയുടെ വേലിക്കമ്പുകൾ വളർന്നാണ് ലൈനുകൾ മൂടിയിരിക്കുന്നത്. ഉപ്പുതറ കാക്കത്തോട്ടിൽ 11 kV ലൈൻ, LT ലൈൻ എന്നിവയാണ് കാടിനുള്ളിലായത്. സ്വകാര്യ വ്യക്തി പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന വേലിയിലെ കാട്ടച്ചെടികൾ വളർന്നാണ് ലൈനുകളുടെ മുകളിലെത്തിയത്. സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് ഈ അപകട കാഴ്ചയുള്ളത്. ധാരാളം സ്കൂൾ കുട്ടികളും കാൽനടക്കാരും കടന്നുപോകുന്ന റോഡിലാണ് വൈദ്യുതി ലൈൻ അപകട ഭീഷണി ഉയർത്തുന്നത്. വാഹനം കടന്നു വരുമ്പോൾ റോഡരികിലേക്ക് മാറുമ്പോൾ വേലിയിൽ തട്ടിയാൽ വൈദ്യുതി ആഘാതമേറ്റ് അപകടം ഉണ്ടാകുന്ന അവസ്ഥയിലാണ്. ഈ ടച്ച് കിട്ടാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ.സി.ബി. ബോർഡുകാർ ഇന്ന് വരെ ടച്ചും വെട്ടത്തില്ല. 11 kV സഹിതം കയറി മുട്ടി LT ലൈനിലും കയറി കിടക്കുവാണ്. പാട്ടക്കാരനാണെങ്കിൽ പാട്ടം എടുത്തേക്കുന്ന സ്ഥലമാണ്. പാട്ടം എടുത്തേക്കുന്നിടത്ത് അവരും വെട്ടത്തില്ല. സൈഡ് വേലി 5 വണ്ടികൾ സ്കൂൾ ബസ്സില്ലേ ഓടുന്നതാണ്. പിള്ളേർ വരുമ്പോഴത്തേക്കിനും ഇത് എവിടെയെങ്കിലും ഒരു കമ്പടിച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അടിക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. കാക്കത്തോടിൻ്റെ 11 kV വരുന്നിടത്ത് 11 kV കാക്കത്തോട്ടിൽ നിന്ന് വരുന്ന അടുത്തുനിന്ന് LT ലൈനിലും ഇതുപോലെ കയറി മറിഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു സംഭവം കെ.സി.ബി. ബോർഡുകാർ അത് കൃത്യമായിട്ടും ചെയ്യാനുള്ളൊരു മനസ്സാക്ഷി കാണിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ വേനൽക്കാലമാകുമ്പോൾ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ടച്ച് വെട്ടുന്നതാണ്. എന്നാൽ ഈ വർഷം ഇതുവരെ ടച്ച് വെട്ടിയിട്ടില്ല. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ടച്ച് വെട്ടി നീക്കി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ യാതൊരു ശ്രമവും നടക്കുന്നില്ല. ചില ഭാഗങ്ങളിൽ ടച്ച് വെട്ട് ആരംഭിച്ചുവെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഈ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അടിയന്തരമായി ടച്ച് വെട്ടി നീക്കി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.